എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. മസാലകളൊന്നും ചേർക്കാത്ത വളരെ കുറച്ച് ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ ആണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം, അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ കുറച്ച് ചേരുവകൾ കൊണ്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി തന്നെ വേണം. അത് 1 കപ്പ് ചെറിയുള്ളി അരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്, എരിവിന് ഉപയോഗിക്കുന്നത് വറ്റൽമുളകാണ്. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണം, കാരണം നമ്മൾ വേറെ ഒരു മസാലകളും ഇതിൽ ചേർക്കുന്നില്ല. വെറും വറ്റൽമുളക് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 20 മുതൽ 22 വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. അത് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൺചട്ടി നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2-3 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണയിലേക്ക് ചെറിയുള്ളി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വല്ലാതെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വാടി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് ചേർത്ത് കൊടുക്കുകയാണ്. വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ എരിവിന് വേണ്ടി വറ്റൽമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മുളകെല്ലാം നന്നായിട്ട് വാടി വന്നു. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നുള്ളതെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 400 ഗ്രാം ചിക്കനാണ് നമ്മൾ ചേർക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ആയിട്ട് ചേർക്കാം, അല്ലെങ്കിൽ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങനെയും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അതുപോലെ ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങും. ആ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം. എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തു. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഇനി അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത എണ്ണയും അതുപോലെ തന്നെ ചിക്കനിൽ നിന്നുള്ള ആ ചെറിയ കൊഴുപ്പ് എല്ലാം കൂടി കടന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വേവില്ല. അതുപോലെ തന്നെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടില്ല. എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ചിക്കൻ നന്നായിട്ട് വെന്ത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫ്രൈ ആവണോ അതിനനുസരിച്ച് ചെറിയ തീയിലിട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്ന ശേഷം നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ചില്ലി സോസും കൂടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂണോളം. ഞാനിപ്പോൾ ഇവിടെ റെഡ് ചില്ലി സോസാണ് ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗ്രീൻ ആണെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തണം. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണം. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. താങ്ക്